ഗുഡ് ഈവനിങ് എവരിവൺ. അങ്ങനെ നമ്മുടെ ലിറ്റററി ലെൻസിന്റെ നമ്മള് പറയാൻ പോകുന്നത് ലോക സാഹിത്യത്തിൽ കേൾക്കുന്നുണ്ട് മിസ്സേ? കേൾക്കുന്നുണ്ടോ? ഓക്കെ. ഗുഡ് ഈവനിങ്. ഇപ്പോ നമ്മുടെ ഇവിടെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് നമുക്കിവിടെ ബുക്ക് പ്രസന്റ് ചെയ്യാൻ വേണ്ടി ചെയ്യാൻ പോകുന്ന ബുക്ക് അല്ലെങ്കിൽ അതിന്റെ ഒരു കഥാകാരി എന്ന് പറയുന്നത് വളരെ കമല സുരയ്യയുടെ പായസം ഇവിടെ ഇന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്ന ഷഹീറ. അപ്പൊ നമ്മൾ ഒരുപാട് കേട്ടിട്ടൊക്കെയുള്ള കഥാകൃത്തും അതുപോലെ തന്നെ കഥ ആശയമൊക്കെയാണ്. അപ്പോൾ അത് ഷഹീറയുടെ കണ്ണുകളിലൂടെ നമുക്ക് പുതുതായി ഒന്നും കാണാൻ വീക്ഷിക്കാം. വെൽക്കം ഷഹീറ. ഓക്കെ. നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു എഴുത്തുകാരിയുടെ ചെറുകഥയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ലോക സാഹിത്യത്തിൽ തന്നെ മലയാള സാഹിത്യത്തിന് ഒരു പ്രത്യേക ഇരിപ്പിടം സമ്മാനിച്ചിട്ടുള്ള, നമ്മളൊക്കെ സ്നേഹത്തോടെ വിളിക്കുന്ന ആമി എന്ന് പറയുന്ന മാധവിക്കുട്ടിയുടെ എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള നെയ്പായസം എന്നുള്ള ഒരു ചെറുകഥയാണ് ഞാനിന്ന് നിങ്ങൾക്ക് മുന്നിൽ പറയുന്നത്. അപ്പൊ എഴുത്തുകാരി എന്ന് പറയുമ്പോൾ നമുക്ക് അവരെ കുറിച്ചിട്ട് കുറേ അറിയാം അല്ലെ? പ്രത്യേകിച്ച് സ്ത്രീ ഹൃദയത്തിന്റെ സൂക്ഷ്മമായിട്ടുള്ളതും അതുപോലെ മൃദുലമായിട്ടുള്ള അദമ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവർ പച്ചയായിട്ട് തന്നെയാണ് അവരുടെ പുസ്തകങ്ങളിലൂടെ, അവരുടെ എഴുത്തുകളിലൂടെ തന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ പ്രത്യേകിച്ച് നമ്മൾ ആത്മകഥാ അംശമുള്ള എൻ്റെ കഥ എന്ന് പറയുന്നത്, അതൊക്കെ നമുക്കറിയാം. സ്ത്രീകളുടെ ഏറ്റവും സൂക്ഷ്മമായിട്ടുള്ള കാര്യങ്ങൾ അവർ വളരെ വിസ്തരിച്ചിട്ട് എഴുതിയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് മാത്രമല്ല, ഈ അവരുടെ കഥകളൊക്കെ തന്നെ എഴുത്ത് കണ്ടു കഴിഞ്ഞാല് വായനക്കാരെ അവരിലേക്ക് അടുപ്പിക്കുന്നതായിട്ടാണ് നമുക്ക് തോന്നുന്നത്. പ്രത്യേകിച്ച് ഈ നെയ്പായസം വായിച്ചപ്പോഴും എനിക്ക് തോന്നിയത് അങ്ങനെ തന്നെയാണ്. അവരങ്ങനെ വല്ലാതെ നമ്മളങ്ങനെ ഇരുത്തി വായിപ്പിക്കുന്ന, എന്നാൽ ആ ഒരു നെയ്പായസം എന്നുള്ള കഥ നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ കരയാതെ ഒരു വായനക്കാർ പോലും ഉണ്ടാവില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. പിന്നെ അവരുടെ കുറച്ച് രചനകൾ നമുക്കറിയാം, കുറേ ചെറുകഥക്ക് പുതിയൊരു ആവിഷ്കാരം നൽകിയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ നരിച്ചീറുകൾ പറക്കുമ്പോൾ, അതുപോലെ തരിശുനിലം, പിന്നെ നമുക്കറിയാം പാവക്കുട്ടി, പിന്നെ ഇംഗ്ലീഷിലും അവർ ഒരുപാട് കഥകളും പോയംസും ഒക്കെ എഴുതിയിട്ടുള്ള വ്യക്തിയാണ്. അവസാന ഘട്ടത്തിൽ അവർ നമുക്കറിയാം മുസ്ലിം ആയിട്ട് കമലാ സുരയ്യ എന്ന പേര് ആവിഷ്കരിച്ചുകൊണ്ട് മരിക്കുകയാണ്. അപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് പറയാനുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ ഒരു കഥ തുടങ്ങുന്നത് തന്നെ നമ്മൾ ഫസ്റ്റ് കാണുമ്പോൾ ഒരു ഫ്ലാഷ് ബാക്കോട് കൂടിയിട്ടാണ് ഈ ഒരു കഥയുടെ തുടക്കം എന്ന് നമുക്ക് തോന്നിയിട്ടുള്ളത്. കാരണം അവരിങ്ങനെ ഒരു ദിവസത്തെ കാര്യങ്ങൾ ചുരുങ്ങിയ തോതിൽ ശവദഹനം കഴിച്ചുകൊണ്ട് മടങ്ങി വരുന്ന സമയത്ത് അവർ ബസ്സിലിരുന്നിട്ട് ആ ഒരു ദിവസം ഉണ്ടായ കാര്യങ്ങൾ എല്ലാം ഓർക്കുന്ന രീതിയിലാണ് ഈ കഥയുടെ തുടക്കം. നമ്മൾക്ക് ഫസ്റ്റ് വായിക്കുമ്പോൾ എന്താണെന്നില്ല, പിന്നെ വായിച്ചു തുടങ്ങുമ്പോഴാണ് ഇതൊരു ഫ്ലാഷ് ബാക്ക് ആണ് എന്നുള്ള ഒരു ഇത് തോന്നുന്നത്. അപ്പോൾ ആ നെയ്പായസം എന്നുള്ളത് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നെയ്പായസം എല്ലാവർക്കും വളരെ ഇഷ്ടമാണ്, നല്ല മധുരമുള്ളതാണ്. പക്ഷേ ഈ കഥ വായിക്കുമ്പോൾ നമ്മൾ ആ ഒരു രുചിയിലൂടെയോ അല്ലെങ്കിൽ അതിനെ കുറിച്ചിട്ടോ അല്ല, ആ നെയ്പായസം എത്ര മധുരമുണ്ടോ എന്നുണ്ടെങ്കിലും ഈ കഥ വായിക്കുമ്പോൾ നമ്മളെ ഹൃദയത്തിനെ വല്ലാതെ വേദനിപ്പിച്ചുകൊണ്ടാണ് കഥാകാരി ഇത് എഴുതിയിട്ടുള്ളത്. പ്രത്യേകിച്ച് ഒരാൾ പോലും അത് ഹൃദയം വിങ്ങിയിട്ട് അല്ലാതെ ഈ കഥ വായിച്ച് തീരില്ല എന്നാണ് എനിക്ക് തോന്നിയത്. പിന്നെ ഈ നെയ്പായസം എന്ന് പറയുന്ന ഒരു പ്രതീകമാണ്, പ്രത്യേകിച്ച് ഒരു അമ്മയുടെ സ്നേഹത്തിന്റെ പ്രതീകം എന്ന് വേണമെങ്കിൽ നമുക്കിതിനെ പറയാം. പിന്നെ അത് മാത്രമല്ല, ഈ കഥയിലൂടെ പറയുന്നത് ഒരു പുരുഷന്റെ നഷ്ടമാണ്. നഷ്ടത്തിന്റെ ഒരു പ്രതീകമായിട്ട് നമുക്ക് ഈ കഥയെ നമുക്ക് വിലയിരുത്താനായിട്ട് സാധിക്കുന്നു. വളരെ ലളിതമായിട്ടുള്ള ഭാഷയിലാണ് അവർ ഈ കഥ എഴുതിയിട്ടുള്ളതായിട്ട് തോന്നിയത്. ആർക്കും വായിച്ചാൽ മനസ്സിലാകുന്ന വളരെ ലളിതമായിട്ടുള്ള ഒരു ഭാഷയിലൂടെയാണ് അവരത് എഴുതിയിട്ടുള്ളത്. വായനക്കാരനോട് നേരത്തെ പറഞ്ഞ പോലെ തന്നിലേക്ക് അടുപ്പിക്കുന്നതായിട്ട് തോന്നുന്ന ആ ഒരു കാര്യം കാണാം. പിന്നെ അത് മാത്രം തന്നെ നമ്മൾ ഒരു വീട്ടിലൊരു മരണം ഉണ്ടാകുമ്പോൾ എത്രത്തോളം ഹൃദയം ശൂന്യമാകുന്നുണ്ട്, ആ ഒരു കാഴ്ച നമുക്ക് ഈ കഥയിലൂടെ കാണാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ വായനക്കാർക്ക് ഹൃദയം കീറി മുറിക്കുന്ന വേദന നൽകിക്കൊണ്ടാണ് ഈ കഥയുടെ സഞ്ചാരം തന്നെ ഉണ്ടായിട്ടുള്ളത്. ഞാൻ ഈ കഥ വായിച്ചിട്ട് ഒരുപാട് കരഞ്ഞു പോയി എന്ന് വേണം പറയാം. പിന്നെ കാരണം ഒരു ഗൃഹനാഥന്റെ അല്ല, ഗൃഹനാഥയുടെ ഒരു അപ്രതീക്ഷമായിട്ടുള്ള മരണം അത് എത്രത്തോളം അയാളിൽ ഉണ്ടാക്കിയ
ബുദ്ധിമുട്ട്, അതുപോലെ തന്നെ വായനക്കാരിൽ ഉണ്ടാക്കിയ ഒരു വേർപാട് എന്നുള്ള വിഷമം എത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ് ഈ കഥയിലൂടെ നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. അപ്പോൾ പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഗൃഹനാഥ പെട്ടെന്ന് മരിക്കുകയാണ്. ആ പെട്ടെന്ന് മരിക്കുമ്പോൾ ആ വീട്ടിലുണ്ടാകുന്ന കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് എന്നുള്ളതാണ്. പിന്നെ നമുക്കറിയാം അയാൾ പറയുന്നുണ്ട്, ഞാന് ഓഫീസിൽ ഇരിക്കുമ്പോൾ എപ്പോഴും അവളെ കുറിച്ചത് ചിന്തിക്കാറില്ല, ചിന്തിച്ചിട്ട് പോലും ഉണ്ടാകില്ല. പക്ഷെ അവർ മരിച്ചപ്പോഴാണ്, അവരുടെ വിയോഗം കൊണ്ടാണ് അദ്ദേഹം അവരെ നഷ്ടബോധത്തില് എത്രത്തോളം അവർ വലുതായിരുന്നു എന്നുള്ളത്. നിങ്ങൾ പറയില്ലേ കണ്ണുണ്ടാകുമ്പോൾ കണ്ണിന്റെ വില അറിയില്ല എന്ന് പറഞ്ഞ പോലെ ഒരു സംഭവം നമ്മളെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടുമ്പോഴാണ് അതത്ര നമുക്ക് വിലപ്പെട്ടതാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാകുന്നത്. അത് തന്നെയാണ് ഈ കഥയിലൂടെ നമുക്ക് കാണാനും സാധിച്ചത്. പിന്നെ എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, കാരണം ഒരു മുന്നറിയിപ്പ് പോലും ഇല്ലാതെ പെട്ടെന്ന് മരിക്കുന്നു. ഇയാള് ഓഫീസിൽ പോയിട്ട് വരുമ്പോ എന്താ കാണുന്ന കാഴ്ച, എന്താ പറയാ, ഒരു ചൂലിന്റെ അരികിൽ ഹൃദയസ്തംഭനം മൂലം മരിക്കുന്ന ഒരു ഭാര്യയുടെ ഒരു ചിത്രം. അപ്പൊ ആ ചിത്രം കാണുമ്പോൾ അത് മാത്രമല്ല, ഇവർക്ക് ചെറിയൊരു ഇടത്തരം കുടുംബമാണ്, അതിൽ 3 കുട്ടികളുണ്ട് എന്ന് പറയുന്നുണ്ട്. ഉണ്ണിക്കാകെ 10 വയസ്സുള്ളൂ, രണ്ടാമത്തെ മകന് ബാലൻക്ക് 7 വയസ്സ്, ഏറ്റവും ഇളയ കുട്ടിക്ക് 5 വയസ്സ്. അപ്പൊ അവര് പറയുന്നുണ്ട്, മരണം എന്തെന്ന് പോലും അറിയാത്ത പ്രായത്തില് ആ മക്കൾക്ക് അമ്മ നഷ്ടപ്പെടുകയാണ്. അപ്പൊ ആ നഷ്ടപ്പെടുമ്പോ ഇവർ പറയുന്നുണ്ട്, എല്ലാ ഉത്തരവാദിത്തങ്ങളും എന്നെ ഏൽപ്പിച്ചുകൊണ്ട് എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളതാണ്. അപ്പൊ ഇതിലൂടെ ഈ കഥാകാരി പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഒരു സ്ത്രീ എത്രത്തോളം കുടുംബത്തിൽ എത്രത്തോളം റോൾ ഉണ്ട് ഒരു സ്ത്രീക്ക്, ആ സ്ത്രീയുടെ ആ റോൾ എത്രത്തോളം വലുതാണ് എന്നാണ് കഥാകാരി ഇതിലൂടെ ആവിഷ്കരിക്കുന്നതായിട്ട് പറയുന്നത്, അല്ലെങ്കിൽ ഇതിലൂടെ നമുക്ക് തോന്നുന്നതാണ്. എത്രത്തോളം ഒരു കുടുംബത്തിന് വലുതാണ്. എല്ലാവരും പറയാറുണ്ട്, അച്ഛൻ മരിച്ചു കഴിഞ്ഞാൽ സമ്പത്തിനെ നഷ്ടം വരുള്ളൂ, പക്ഷെ ഒരമ്മ മരിച്ചു കഴിഞ്ഞാൽ കുട്ടികളുടെ എല്ലാ കാര്യങ്ങളും നഷ്ടപ്പെട്ട ഒരു അവസ്ഥയാണ് ഉണ്ടാകുന്നത്. അപ്പൊ അതൊക്കെ ഇതിലൂടെ, അതായത് നമ്മളൊരു വീട്ടിലൊരു മരണം കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പെട്ടെന്ന് ഉണ്ടാകുന്ന മരണം, ഇത് നമ്മൾ മരിക്കും എല്ലാവരും, ഒരു ദിവസം ജനിച്ച എന്നും മരണമുണ്ട്, പക്ഷെ പെട്ടെന്ന് ഉണ്ടാകുന്ന വിയോഗം ആ കുടുംബത്തിന് എത്രത്തോളം ആഘാതം ഏൽക്കുന്നുണ്ട് എന്നുള്ളത് ഈ കഥ വായിച്ചപ്പോൾ വളരെ ഹൃദയസ്പർശിയായിട്ട് തോന്നി. അയാൾ പറയുന്നുണ്ട്, മൂടിപ്പൊതിച്ചിറങ്ങുകയാണ് ഉണ്ണീന്ന് തിങ്കളാഴ്ചയല്ലേ, ഈ ഒരു വാക്ക് മാത്രമാണ് അവർക്ക് ഇവരുടെ ഭാര്യ പറഞ്ഞ അവസാന വാക്കായിട്ട് ഓർമ്മയുള്ളൂ. അപ്പൊ അതൊരു ഈശ്വരമന്ത്രം പോലെ, അല്ലെങ്കിൽ നാമം പോലെ അയാൾ അത് മന്ത്രിച്ചുകൊണ്ടേയിരുന്നു. എന്നിട്ട് അവർ പറയുന്നത്, അതുപോലും എനിക്ക് ഓർമ്മയില്ലെങ്കിൽ അവളുടെ നിഷ്ഠ അല്ലെങ്കിൽ അവരുടെ വിയോഗം എന്നെ വല്ലാതെ വേദനിപ്പിച്ചേനെ എന്നുള്ള ഒരവസ്ഥ പറയുന്നുണ്ട്. പിന്നെ ഇങ്ങനെയൊക്കെയാണ് കഥകളിൽ പറയുന്നത്. കഥ മുഴുവൻ പറയുകയാണെങ്കിൽ പിന്നെ നിങ്ങൾക്ക് അത് വായിക്കണം എന്നുള്ള ഒരു ഇതുണ്ടാവില്ല, ക്യൂരിയോസിറ്റി ഉണ്ടാവില്ല. അപ്പൊ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങള്. അതുപോലെ തന്നെ വേറൊരു കാര്യം പറയുകയാണെങ്കിൽ, കഥാകാരി പറയുന്നുണ്ട്, ഒരു ദിവസം ഒരു ഭാര്യ ചെയ്യുന്ന എത്രത്തോളം റോളുകളെ കുറിച്ചിട്ട്. ആ കാര്യങ്ങൾ കഴിഞ്ഞിട്ട് അവസാനം ഈ മക്കള് ശവദഹനൊക്കെ കഴിഞ്ഞിട്ട് ഓഫീസിലേക്ക് ലീവ്, അതായത് ലീവ് അനുവദിക്കണം. അപ്പൊ ആ ലീവ് അനുവദിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം കഥയിലൂടെ പറയുന്ന ഒരു കാര്യമാണ്, എൻ്റെ ഭാര്യ ഹൃദയസ്തംഭനം മൂലം മരിച്ചു, അതുകൊണ്ട് എനിക്ക് 2 ദിവസത്തെ ലീവ് അനുവദിക്കണം. ഈ ഒരു വാക്ക് നമ്മൾ വായിക്കുമ്പോൾ ഒരു വായനക്കാരും അത് കരയാതെ, അല്ലെങ്കിൽ അതൊരു വിഷമമില്ലാതെ, അല്ലെങ്കിൽ ഒരു വേദന ഹൃദയം കീറി മുറിക്കാതെ അത് വായിക്കാൻ സാധിക്കില്ല എന്നാണ്. കാരണം ഒരു സൂക്കേട് ഉണ്ടായിട്ട് എൻ്റെ ഭാര്യ മരിക്കുന്നു, അല്ലെങ്കിൽ എൻ്റെ ഭാര്യക്ക് സൂക്കേട് ആയതുകൊണ്ട് എനിക്ക് ലീവ് വേണമെന്നല്ല, എൻ്റെ ഭാര്യ ഹൃദയസ്തംഭനം മൂലം മരിച്ചത് കൊണ്ട് എനിക്ക് 2 ദിവസത്തെ ലീവ്. അങ്ങനെ പറയുമ്പോഴേക്ക് ഭയങ്കര ഒരു വേദനയായിട്ടാണ് തോന്നിയത്. നമ്മളെ വളരെ നൊമ്പരപ്പെടുത്തിയ ഒരു അവസ്ഥകള്. പിന്നെ അത് മാത്രമല്ല, അവര് വന്നു നോക്കിയപ്പോൾ ശവദഹനമൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് വരുമ്പോൾ കാണുന്ന കാഴ്ച, ഇവരുണ്ടാക്കിയ ചപ്പാത്തി, ഉരുളൻകിഴങ്ങ് കറി, പിന്നെ എന്താ പറയുക, ചോറുണ്ട്, ഒരു സ്ഫടിക പാത്രത്തില് നെയ്പായസം. ഇതൊക്കെ കാണുമ്പോൾ, ഇതെല്ലാം മക്കൾ വരുമ്പോഴേക്കും അല്ലെങ്കിൽ ഭർത്താവ് വരുമ്പോഴേക്കുള്ള ഒരു കരുതലായിട്ട്, ഒരു ഭാര്യന്റെ കരുതലായിട്ട്, നമ്മളും അങ്ങനെയാണല്ലോ അല്ലെ, മക്കൾ വരുമ്പോഴേക്കും എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വെക്കുന്ന ആ ഒരു അമ്മയുടെ കരുതല്, അല്ലെങ്കിൽ വാത്സല്യം, സ്നേഹം, ഇതൊക്കെയാണ് നമുക്ക് അതിൽ കാണാൻ സാധിക്കുന്നത്. എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, മക്കൾ കഴിച്ചോട്ടെ, കാരണം ഒരു ദിവസമെങ്കിലും സത്യത്തെ മൂടി വെക്കാൻ സാധിച്ചിരുന്നെങ്കിൽ, അങ്ങനെ പറഞ്ഞിട്ട് മക്കൾക്ക് ആ ഭക്ഷണം ഉണ്ടാക്കി വെച്ച്, കാരണം ഇനി ആ വാത്സല്യത്തിന്റെ അല്ലെങ്കിൽ ആ അമ്മയുടെ സ്നേഹത്തിന്റെ ആ ഭക്ഷണം ഇനി മക്കൾക്ക് കഴിക്കാൻ സാധിക്കില്ലല്ലോ എന്നുള്ള കാര്യമൊക്കെയാണ് ഇതിലൂടെ പറയുന്ന കഥാകാരി. അപ്പൊ ഒരു വളരെ എന്താ പറയാ, ഒരു സ്ത്രീയുടെ റോളാണ് അതിൽ കൂടുതലായിട്ട് പറയുന്നത്. അതുപോലെ തന്നെ ഒരു നഷ്ടത്തിന്റെ, ഒരു നഷ്ടത്തിന്റെ ഒരു പ്രതീകം, അതുപോലെ തന്നെ ഒരു അമ്മയുടെ സ്നേഹം, ഇതൊക്കെ നമുക്ക് ഈ കഥ വായിക്കുമ്പോൾ മനസ്സിലാകുന്നുണ്ട്.
അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കും വളരെയധികം വിഷമം തോന്നിയതെന്ന് പറയുന്നത്, കാരണം ഞാനും അതൊരു അനുഭവിച്ച ആളായത് കൊണ്ട് എനിക്കും പെട്ടെന്നുണ്ടായ എന്താ പറയുക, എൻ്റെ ഉപ്പാടെ ഒരു മരണം പെട്ടെന്നുണ്ടായതാണ്. ഹൃദയസ്തംഭനം മൂലം ആ ഒരു അവസ്ഥയിലൂടെ കടന്നു പോയത് കൊണ്ടാകാം എന്നെ വല്ലാതെ വല്ലാതെ വേദനിപ്പിച്ചു. ഞാൻ ഒരുപാട് കരഞ്ഞിട്ടാണ് കഥ വായിച്ച് തീർത്തത് എന്ന് വേണം എനിക്ക് പറയാം. ഇത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. ഇനി നിങ്ങളുടെ അഭിപ്രായം എന്താ വെച്ചാൽ പറയാം. കേൾക്കുന്നില്ല എല്ലാവരും? കേട്ട് അങ്ങനെ ഇരുന്നു പോയത്. ഐ തിങ്ക് ദാറ്റ് ഇറ്റ്സ് നമുക്കറിയാം ഷഹീറ ക്ലാസ് എടുക്കുന്നത് നമ്മളൊരു ഇതില് പറയുന്നതാണ്. കാരണം ഷഹീറ നമ്മൾ ഇരുത്തിയിട്ട് ക്ലാസ് എടുക്കും. ഇപ്പൊ നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ വേണമെങ്കിൽ നമ്മൾ വരട്ടുകയും ചെയ്യും. അങ്ങനെ ഷഹീറ ക്ലാസ് എടുക്കും. അതുപോലെ ഇപ്പൊ ഞാൻ ആദ്യം പറഞ്ഞു നമുക്ക് എല്ലാവർക്കും പരിചിതമായി എഴുത്തുകാരും കഥാസന്ദർഭമൊക്കെയാണ് ഇവിടെ പറയാൻ. പക്ഷെ ഇപ്പൊ ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ പഠിച്ചിരുന്ന സ്റ്റോറിയാണിത്. നമുക്ക് മലയാളം ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടായിരുന്നു അല്ലേ? പക്ഷെ അത് നമ്മള് എന്നിട്ടും ഇതുപോലെ കേട്ട് നിന്ന് പോയി എന്നുള്ളതാണ് അവിടെ. അപ്പൊ തീർത്തും നന്നായിട്ട് തന്നെ പ്രസന്റ്. ഇനി ഇതുപോലെ ആർക്കെങ്കിലും എന്തെങ്കിലും അഭിപ്രായങ്ങൾ പറയാനോ ആരില്ലേ? ആര്യനെ ഇൻവൈറ്റ് ചെയ്യണം ഫീഡ്ബാക്ക് പറയാനായിട്ട്. ആര്യ പ്ലീസ് ഷെയർ. വളരെ നല്ല പ്രസന്റേഷൻ ആയിരുന്നു. നെയ്പായസം മുന്നേ വായിച്ചിട്ടുണ്ടെങ്കിലും ഇപ്പൊ ഒരു പ്രാവശ്യം കൂടി അതിനെ കുറിച്ചിട്ട് കേൾക്കാൻ കഴിഞ്ഞാൽ സന്തോഷം. എനിക്ക് ഈ സ്റ്റോറി പറഞ്ഞു തന്നതിന്റെ അമ്മയാണ്. അപ്പോ വളരെയധികം എന്താ പറയാ, ടച്ചിങ് ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ്. കമലഹാസന്റെ എല്ലാ കൃതികളെ പോലെ തന്നെ വളരെ ടച്ചിങ് ആയിട്ടുള്ള കൃതിയാണ്. അപ്പോ ഷഹീറ വളരെ നന്നായിട്ട് തന്നെ അത് പ്രസന്റ് ചെയ്തു. താങ്ക് യു. താങ്ക് യു ആര്യ. ഇതുപോലെ ഫസീല. ഹലോ. ഷെയ്റ നല്ല അടിപൊളിയായിട്ട് തന്നെ നല്ല രീതിയിൽ അവതരിപ്പിച്ചു. നല്ല അവതരണമായിരുന്നു. ശരിക്കും ആ നോവലില് പറഞ്ഞുള്ള കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ തന്നെ ഈ ഇതിലൂടെ ഷെയ്റ അവതരിപ്പിച്ചിട്ടുണ്ട്. വളരെ നന്നായി ചെയ്തു കേട്ടോ. താങ്ക് യു ഫസീല. ഇനി ആർക്കെങ്കിലും ഇതുപോലെ അല്ലെങ്കിൽ കമലാസുരയുടെ തന്നെ മറ്റേതെങ്കിലും വരാം. ആർക്കൊന്നും പറയാനില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഇന്നത്തെ വൈൻഡപ്പ് ചെയ്യാം. അപ്പോ താങ്ക് യു ഷെയ്റ. ഇതുപോലെ നല്ല മുന്നിലേക്ക് അവതരിപ്പിച്ചതിനും അനുഭവം പോലും എനിക്ക് തോന്നുന്നു പെട്ടെന്ന് തന്നെ ഈ ഒരു റിവ്യൂ എന്ന് പറഞ്ഞപ്പോൾ ഈ ഒരു സെലക്ട് ചെയ്തതും. അപ്പോ താങ്ക് യു സോ മച്ച്. താങ്ക് യു. എല്ലാവർക്കും ശ്രമിച്ചതിന് താങ്ക് യു.